അവിടെ ചെന്നു. അപ്പം ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടർ, അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് കാണുന്നിട്ട് ഒരു കുഴപ്പം കാണുന്നില്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതൊരു മിറാക്കിളായിരിക്കും ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറിന് എന്താ മിറാക്കിളെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ഉണ്ട് ഡോക്ടർ, ഞങ്ങളുടെ ഒരു അമ്മയുണ്ട്, അമ്മ എന്നെ സുഖപ്പെടുത്തി കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ സ്കാൻ ചെയ്തില്ലല്ലോ, അതിനു മുമ്പ് എന്തിനാ ഇങ്ങനെ മിറാക്കിളെന്ന് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ശരി ഡോക്ടർ സ്കാൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ ജെല്ലൊക്കെ പറ്റി സ്കാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ ആദ്യം യൂട്രസോട്ട് നോക്കിയിട്ട് സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു എൻ്റെ പഴയ സ്കാനിങ് റിപ്പോർട്ടും എല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവർക്കും വേണമെങ്കിൽ അത് കാണാം. എൻ്റെ പഴയ റിപ്പോർട്ട് എടുത്ത് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു അയ്യോ ഈ യൂട്രസിനകത്തുള്ള ഈ നമ്മുടെ ഫൈബ്രോയിഡ്സ് എല്ലാം കുഞ്ഞു കുരുക്കളായല്ലോ, എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഉടനെ ഡോക്ടറിനോട് പറഞ്ഞു മരുന്ന് കഴിക്കുന്നുണ്ട് ഡോക്ടർ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പള്ളിയിലെ അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു തൈലവും പിന്നെ ഉടമ്പടി ഉപ്പും തേനുമാണ് ഞാൻ കഴിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറോട് നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഇത് മിറാക്കിളാണ്, ഒരു പരിശുദ്ധ അമ്മയുണ്ട് എന്നെ സുഖപ്പെടുത്തിയാണെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയും ഉണ്ടല്ലോ നോക്കാൻ, ഇനി 2 ലെഫ്റ്റ് ഓവറി റൈറ്റ് ഓവറി ഉണ്ടല്ലോ, ഞാൻ അതുകൂടെ നോക്കിയിട്ട് നമുക്ക് മിറാക്കിളാണോ എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പം ആദ്യം ഡോക്ടർ റൈറ്റ് ഓവറി നോക്കി. ഡോക്ടർ റൈറ്റ് ഓവറി പരിശോധിച്ച ശേഷം പറഞ്ഞു ഇതിനകത്തൊന്നും കാണുന്നില്ലല്ലോ, ഇയാൾ പറഞ്ഞ പോലെ മിറാക്കിളാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ഡോക്ടർ ഒരു ഹിന്ദുവാണ്, ഞാൻ പരിശുദ്ധാമ്മയെക്കുറിച്ചാണ് പറയുന്നത്, ഞാനും ഒരു ഹിന്ദുവാണ്, എൻ്റെ വിശ്വാസമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിലൊന്നും കാണുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം, ഞാൻ ചിരിച്ചുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. എനിക്ക് മനസ്സിലായി അമ്മ ഇടപെട്ടു, അമ്മ എന്നെ സൗഖ്യപ്പെടുത്തിയെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു.